ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗിവവേ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. വീഡിയോ കാണാത്തവർക്കായി മുകളിൽ ഐ കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോ കൊടുത്തിട്ടുണ്ട്, പോയി കാണുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ റിയൽമി 9i കുറിച്ചാണ്. റിയൽമിയുടെ റിയൽമി 9i എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിയൽമിയുടെ 8i എന്ന ഫോണിന്റെ സക്സസർ ആയിട്ടാണ് റിയൽമി 9i വരുന്നത്. റിയൽമി 8i ഹിറ്റായ ഒരു മോഡലാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റിയൽമി 8iയേക്കാൾ മികച്ചതാണോ റിയൽമി 9i, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ വാല്യൂ ഫോർ മണിയാണോ എന്നൊക്കെയാണ്. നമുക്ക് നോക്കാം. 14,000 പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ അമോലെഡ് ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഫോണിൽ LCD പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺസ് വേണമെങ്കിൽ വേറെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. എക്സാമ്പിൾ റെഡ്മിയുടെ Note 10s, റെഡ്മി Note 10, മോട്ടോ G31 എക്സെട്ര. ഈ ഫോണിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. റിയൽമി 8iയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരുന്നത്. എന്നാൽ ഇവിടെ റിയൽമി 9iയിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഫോണിൽ 180 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിന്റെ ഫ്രണ്ടിൽ ടോപ്പ് ലെഫ്റ്റിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിന്റെ ഫ്രണ്ടിൽ ഡ്രാഗൺ ട്രയൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത്ര മികച്ച ഫീച്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ പോലെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടില്ല. അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവുമായിരുന്നു. എന്നാലും തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിന്റെ പവർ ബട്ടൺ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഈ ഫോണിന്റെ വെയിറ്റ് വരുന്നത് 190 ഗ്രാം ആണ്. തിക്നെസ് 8.4 mm. 2 കളർ വേരിയന്റ്സിലാണ് ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രിസൺ ബ്ലാക്ക്, പ്രിസൺ ബ്ലൂ. ഇനി പ്രോസസറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസർ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ച പ്രോസസർ ആണ് എന്നൊന്നും പറയാൻ കഴിയില്ല. തരക്കേടില്ലാത്ത ഒരു പ്രോസസർ. ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യത്തില്ല, 4G സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇനി സ്റ്റോറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 6GB 64GB വാരിയന്റും 6GB 128GB എന്ന രണ്ട് വേരിയന്റിലാണ് ഈ ഫോൺ വരുന്നത്. LPDDR4Xന്റെ റാം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സമയം നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാം. മെമ്മറി നമുക്ക് 1TB വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഡൈനാമിക് റാം എക്സ്പാൻഷൻ എന്ന ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഫോണിൽ വരുന്നത്. 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 2 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസും 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസർ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഫോണിന്റെ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗും സപ്പോർട്ട് ചെയ്യും. ടൈപ്പ് C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 4GB വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് 30,999 ആണ്. 6GB വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് 15,999 ആണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്ര മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും ഈ ഫോണിൽ ലഭിക്കില്ല. ഒരു നോർമൽ ഫോൺ അത്രേ ഉള്ളൂ. ഒരു നോർമൽ യൂസർക്ക് ഈ ഒരു ഫോൺ ഓക്കെയാണ്. അപ്പോൾ ഗീവവേയുടെ കാര്യം മറക്കരുതേ. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഗീവവേയിൽ പങ്കെടുക്കുക.